അയ്യോ അത് പറഞ്ഞ പോലെ തന്നെയാണ്. ഒരു സെക്കൻഡ് പോലും അതിൽ എവിടെയും നമുക്ക് കണ്ണടയ്ക്കാൻ പോലും ഗ്യാപ്പില്ല. അത്രയ്ക്ക് ത്രില്ലിംഗ് ആണ്. നായകൻ എന്ന രീതിയിൽ ഒരു കോംബോ എന്ന് പറയാം. രണ്ടുപേരും അതിഗംഭീര പെർഫോമൻസ് ആണ്. കാരണം ബേസിൽ നമുക്കറിയാം സാധാരണ ഫാമിലി മാൻ, ഫാമിലി ഓഡിയൻ ആ ഒരു ലെവലാണ് ബേസിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അതിൽ നിന്ന് മാറിയിട്ട് ഈ ഒരു മിസ്റ്റീരിക്കൽ ആയിട്ടുള്ള കുറച്ച് ക്രൂക്കഡ് ആയിട്ടുള്ള ക്യാരക്ടർ അത് ബേസിൽ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും പവർ പാക്ക് പെർഫോമൻസ് ആണ്. രണ്ടുപേരും നല്ല എല്ലാ ക്യാരക്ടേഴ്സും അതിൽ ഇമ്പോർട്ടന്റ് ആണെന്നുള്ളതാണ്. കാരണം ആദ്യത്തെ ഇനിയും നമുക്ക് തോന്നി ഇത് ബേസിന്റെ സാധാ ഓഡിയൻസിന് ഇത് എങ്ങനെ ഡൈജസ്റ്റ് ആവുമെന്നുള്ളൂ. പക്ഷെ സിനിമ കഴിയുമ്പോഴത്തേക്കും ബേസിന്റെ പെർഫോമൻസ് കൊണ്ട് ബേസിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ നസ്രിയ വളരെ ചൂസി ആയിട്ട് സിനിമ ചെയ്യുന്നതാണ്. ഈ സിനിമ എന്തുകൊണ്ട് ചൂസ് ചെയ്തു എന്നുള്ളത് സിനിമ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഒരു സ്ട്രോങ് ആയിട്ടുള്ള കഥാപാത്രം നസ്രിയ അതിഗംഭീരമായിട്ട് ചെയ്തു. ടോപ്പ് ലെവൽ പെർഫോമൻസ്, ടോപ്പ് ലെവൽ മേക്കിംഗ് എല്ലാം കൊണ്ട് ഒരു സാറ്റിസ്ഫൈങ് വാച്ചാണ് സൂക്ഷ്മദർശി. ഭയങ്കര രസമാണ്. അതിൽ ഒരുപാട് സ്ത്രീ കഥാപാത്രങ്ങളുണ്ട്. ഭയങ്കര സ്ട്രോങ് ആയിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ക്യാരക്ടേഴ്സ് ആണ്. സോ കാണും, എല്ലാവരും തിയേറ്റേഴ്സിൽ കാണും. നല്ല മൂവിയാണ്. നല്ല എന്താ പറയാ, നമുക്ക് ബോറടിക്കാതെ ത്രൂ ഔട്ട് സസ്പെൻസ് കീപ്പ് ചെയ്യുന്ന ഒരു മൂവിയാണ്. നമ്മൾ ട്രെയിലർ കാണുന്ന പോലെ തന്നെ ഇറ്റ്സ് എ ഡിഫറെന്റ് കോൺസെപ്റ്റ്. വളരെ ഡിഫറെന്റ് ആയിട്ട് ഇപ്പം കാണുന്ന മൂവീസിൽ വെച്ച് നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത ഒരു കോൺസെപ്റ്റ് ആണ്. ടിൽ ദ എൻഡ് അത് അവർ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് എ കംപ്ലീറ്റ് സസ്പെൻസ്, ഹ്യൂമർ, ഫുൾ ഓൺ ഫാമിലി എന്റർടൈൻമെന്റ്. ഡിഫറെന്റ് ആണ്. ബേസിലും നസ്രിയും ഒക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഡിഫറെന്റ് ജോണർ ആണ്. അവരുടെ കോമ്പിനേഷൻ അടിപൊളിയായിട്ട് വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. ആസ് എക്സ്പെക്ടഡ് അവരുടെ കോമ്പിനേഷൻസ് ഇനിയും എക്സ്പെക്ട് ചെയ്യാം. ഇറ്റ്സ് ടോട്ടലി ഗുഡ് മൂവി. എല്ലാവരും കാണണം. വെരി മച്ച്. ലാസ്റ്റത്തെ സീനൊക്കെ നന്നായിട്ടുണ്ട്. ലൈക്ക് ലാസ്റ്റത്തെ ഒരു 10 minutes ആണ് മൂവിയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവം. ഷീ ഹാസ് ഡൺ ഇറ്റ് റിയലി ഗുഡ്. നല്ല മൂവിയാണ്.